ഏറ്റവും സ്വാധീനമുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയായി ഈ ലോകം മുഴുവൻ അദ്ദേഹം ടൂറിസത്തിന് വേണ്ടി സഞ്ചരിക്കുകയും എന്താ പറയുക വികസനങ്ങൾ നടത്തുകയും റീൽസുകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആ റീൽസിന് കൊടുത്തിന് 1.5 കോടി റുപ്യ ഏത് ഈ ബേപ്പൂർ ഫെസ്റ്റിന്റെ ആ പൈസ ഇവിടെ ചെലവാക്കിയാണെങ്കിൽ ഈ ഇറ്റങ്ങൾക്ക് ഈ ഗതികേട് ഉണ്ടാവില്ല. ഒരു അനൌദ്യോഗികമായ പ്രചരണം എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഔദ്യോഗികമാണോ അനൌദ്യോഗികമാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കണല്ലോ. തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങിക്കഴിഞ്ഞല്ലോ. ഓരോ UDF പ്രവർത്തകനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെയാണ്. ഭണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ചാലിയത്തെ മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾ ഇവിടെ നിന്ന് വരണം, ഈ ഗതികേട് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വന്ന കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അത് മനസ്സറിയിക്കുന്ന സംഗതിയാണ്. ഞാൻ രാഷ്ട്രീയം പറയില്ല. ഈ ഒരു അവസ്ഥയിലൊന്നും ഈ തൊഴിലാളികളെ ഒരു കാരണവശാലും ഒരു ഗവൺമെന്റ് വിടാൻ പാടില്ല. 19 കൊല്ലയിൽ ഇവിടെ മാറി മാറി വന്നിട്ടുള്ള എന്താ പറയുക ഇടതുപക്ഷ MLA മാർ അതൊക്കെ പോട്ടെ. ഇപ്പൊ ഏറ്റവും സ്വാധീനമുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയായി ഈ ലോകം മുഴുവൻ അദ്ദേഹം ടൂറിസത്തിന് വേണ്ടി സഞ്ചരിക്കുകയും എന്താ പറയുക വികസനങ്ങൾ നടത്തുകയും റീൽസുകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആ റീൽസിന് കൊടുത്തിന് 1.5 കോടി റുപ്യ ഏത് ഈ ബേപ്പൂർ ഫെസ്റ്റിന്റെ ആ പൈസ ഇവിടെ ചെലവാക്കിയാണെങ്കിൽ ഈ ഇറ്റങ്ങൾക്ക് ഈ ഗതികേട് ഉണ്ടാവില്ല. അപ്പോൾ അതായത് മനുഷ്യന്റെ ഉള്ളിൽ തട്ടുന്ന ഒരുപാട് എന്താ പറയുക ദയനീയമായ കാഴ്ചകൾ അവിടെ കാണുന്നത്. അതൊന്നും ഞാൻ രാഷ്ട്രീയം പറയില്ല. ഇതൊന്നും ശരിയല്ല. ഇതെന്താ അറിയോ, മനുഷ്യന്റെ വിഷമം കാണുമ്പോൾ ഉള്ളിലൊരു ഒരു സാധനം വരും. മനുഷ്യനാണെങ്കിൽ ഏതൊരു മനുഷ്യനും നമുക്കൊരു പൂച്ചക്കുട്ടിക്ക് വണ്ടി തട്ടിയാൽ നമുക്ക് ഉള്ളിൽ വരുന്ന ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് മനുഷ്യത്വപരമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ഫീലിംഗാണ്. ഇവിടെ വന്നിട്ട് ഒരു നേതാവിൻ്റെ ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സ് പെടഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ആ മനസാക്ഷ്യനല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ദുരന്തമാണ് ഈ നാടിൻ്റെ. അതിന് ഇവിടെ ജനങ്ങൾ അതിന് പ്രതികരിക്കും, ഒരു തർക്കമില്ല.